എം നരവനെ എഴുതി എന്ന് വിചാരിച്ചിട്ട് അത് സത്യമാകും. നമ്പർ 2, എം നരവനെ ഇപ്പോൾ എഴുതി എന്ന് പറയുന്നു, നിങ്ങളുടെ യുക്തം പോലെ ചെയ്തോളൂ എന്ന്. അങ്ങനെയല്ലേ ഒരു ഭരണാധികാരി പറയേണ്ടത്? അതൊരു പരാതിയാകുന്ന ഇങ്ങനെ ഒരു പട്ടാളക്കാരനെ സമയത്തോളം. ഒരു പട്ടാളക്കാരനോട് നീ ആദ്യം വ്യോമയുദ്ധം തുടങ്ങണോ കരയുദ്ധം തുടങ്ങണോ എന്ന് ഭരണാധികാരിക്ക് എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാലത്ത്. അങ്ങനെയാണ് ഈ 62-ലെ യുദ്ധമൊക്കെ നമ്മൾ തോറ്റത്. 62-ലെ യുദ്ധത്തിലറിയാം വിമാനം ഉപയോഗിച്ചില്ല നമ്മൾ. അതെന്തോ ഒരു പ്രിൻസിപ്പിളായിരുന്നു നെഹ്റുവിന്. യുദ്ധവിമാനങ്ങൾ ഉപയോഗിക്കാം, ഉള്ളത് തന്നെ വളരെ കുറവാണ്, പക്ഷെ അത് ഉപയോഗിച്ചില്ല പല കാരണങ്ങളുണ്ട്. ഇതുപോലെ ഈ സിവിലിയൻ ഭരണകൂടം യുദ്ധം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക എന്നുള്ളതല്ലാതെ യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസിലേക്ക് കടക്കാൻ പാടില്ല. ആ സമയത്ത് നടന്ന ജൂൺ 15 നടന്ന ഗാൽവനിൽ നടന്ന പ്രശ്നമുണ്ടല്ലോ. അപ്പോൾ അതിനുശേഷം നമ്മുടെ ഒരു നയത്തിലൊരു മാറ്റം വരുത്തിയിരുന്നു. ആവശ്യമുണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നം വന്നാൽ തിരിച്ചടിക്കാനുള്ളൊരു ഇത് പൂർണ്ണമായും ആർമിക്ക് നൽകിയിരുന്നു. അപ്പോൾ അതിനുശേഷമാണ് ഈ നരവാനെ പറയുന്ന ഓഗസ്റ്റ് 31 വരുന്നത്. അപ്പോൾ മോദി സർക്കാർ വന്നത് മുതൽ ഈ പൊളിറ്റിക്കൽ അതോറിറ്റി യുദ്ധത്തിൻ്റെ ഡീറ്റെയിൽസ് തീരുമാനിക്കുന്ന പോളിസി മാറ്റി. യുദ്ധം വേണോ വേണ്ടയോ എന്ന് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ബട്ട് വേണം എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം തീരുമാനിക്കുന്നത് പട്ടാളക്കാരാണ്.